യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, എങ്ങനത്തെ പ്രിസർവേറ്റീവ് നമുക്ക് യൂസ് ചെയ്യാം, അതിൽ ഒരു പ്രത്യേക ഒരു pH ലെവലിൽ മാത്രമേ പ്രിസർവേറ്റീവ്സ് വർക്ക് ചെയ്യുള്ളൂ. അത് ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏതാണ് അതിൻ്റെ റേഞ്ച് എന്നുള്ളത്. അപ്പോൾ അതും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ റേഞ്ചിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതിനേക്കാൾ മുൻപും നമ്മൾ pH ടെസ്റ്റ് ചെയ്യണം, അതിനുശേഷവും pH ടെസ്റ്റ് ചെയ്യണം. സെയിം പ്രിസർവേറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 പ്രാവശ്യം നമുക്ക് ആ ടെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ്, എത്ര നമ്മൾ ആഡ് ചെയ്യണം, എത്ര നമ്മൾ pH കുറയ്ക്കാൻ എത്ര അതിന് വേണ്ട കാര്യം ആഡ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് pH കൂട്ടുവാനും കുറയ്ക്കുവാനും നാച്ചുറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് ഇന്ന് നോക്കാം. നോർമലായിട്ട് നമ്മൾ pH ഇൻക്രീസ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോഡാപ്പൊടി. ഇതിൽ ഈസി ആയിട്ടുള്ളത് സോഡിയം ബൈകാർബണേറ്റ് ആണ്, ഈസി അവൈലബിൾ ആയിട്ടുള്ളതും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഫ്യൂംസ് പോക്ക പോലെയുള്ള സാധനം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈസി ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളതും